ലേഹിലെ മനോഹരങ്ങളായ കാഴ്ചകൾക്ക് ശേഷം ഇന്ന് യാത്ര ചെയ്യുന്നത് നുബ്രാവാലിയിലേക്കാണ്. ഏകദേശം 160 കിലോമീറ്റർ ഉണ്ട് ലേ ടൗണിൽ നിന്ന് നുബ്രാവാലിയിലേക്ക്. പോകുന്ന വഴി എന്ന് പറയുമ്പോൾ കർദുംഗ്ല പാസ് വഴിയാണ് പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ചുരമായിരിക്കും കർദുംഗ്ല. കാരണം ഒരു ഫേമസ് ആണ്, ഏറ്റവും ലോകത്തിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ മോട്ടോർ റോഡ് എന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലമാണ് കർദുംഗ്ല. ശരിക്കും ഇതല്ല, കർദുംഗ്ലയല്ല. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ കർദുംഗ്ല ചുരം കയറുമ്പോൾ ഞാൻ പറയാം. അപ്പോൾ തിരിച്ച് നമുക്ക് ലേയിലേക്ക് തന്നെ വരാം. അപ്പോൾ ലേയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഓർമ്മ വരിക എന്ന് പറയുമ്പോൾ ലേയിലെ മൊണസ്ട്രീസ്, പാലസ്, അതുപോലെ ജനങ്ങളുടെ ജീവിതശൈലി, ഇതൊക്കെ വളരെ വ്യത്യസ്തമാണ്. കാരണം നമ്മൾ കാണുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ വ്യത്യസ്തമായ രീതിയിലാണ് അവിടെ ഫോളോ ചെയ്യുന്നതൊക്കെ. അപ്പോൾ അതിലെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങനെ പോവുകയാണ്. 160 കിലോമീറ്ററാണ് നുബ്രാവാലിയിലേക്കെന്ന് പറഞ്ഞു. ലേയിൽ നിന്ന് ഏകദേശം 39 കിലോമീറ്റർ കഴിഞ്ഞാലാണ് നമുക്ക് കർദുംഗ്ല പാസ് എത്തുന്നത്. ആദ്യത്തെ ഒരു 25-30 കിലോമീറ്ററൊക്കെ വലിയ കുഴപ്പമില്ലാത്ത റോഡാണ്. എന്നാൽ അതിന് ശേഷം വരുന്ന റോഡൊക്കെ വളരെ കുണ്ടും കുഴിയും ഒക്കെയുള്ള റോഡാണ്. എൻ്റെ ഒപ്പം വന്ന സഹയാത്രികന് വണ്ടിയുടെ ചേസ് അടക്കം പൊട്ടുന്ന അവസ്ഥയുണ്ടായി. കാർഗിൽ നിന്ന് വരുന്ന സമയത്ത് മണ്ണിടിച്ചിലിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഭാഗങ്ങളിലും മണ്ണിടിച്ച്, അതുപോലെ തന്നെ ഉയരത്തിൽ നിന്ന് പാറ അല്ലെങ്കിൽ പാറ കഷ്ണങ്ങളൊക്കെ നമ്മുടെ റോഡിലേക്ക് വീഴും. അപ്പോൾ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് വേണം, ചുറ്റും നോക്കിയിട്ട് വേണം വണ്ടി ഓടിക്കാനൊക്കെ. കൂടുതലും ആർമി വാഹനങ്ങളാണ് ഇതിൽ കൂടെ പാസ് ചെയ്യുന്നത്. കാരണം സിയാച്ചിൻ മലനിരകളിലേക്കാണ് ഈ ആർമി വാഹനങ്ങളൊക്കെ പോകുന്നത്. അവിടേക്ക് വേണ്ട ആവശ്യ വസ്തുക്കളുമായിട്ടാണ് ഈ നമ്മുടെ കർദുംഗ്ല ചുരം വഴിയാണ് പോകുന്നതൊക്കെ. കുറേ നേരം ഓഫ് റോഡൊക്കെ ഓടിക്കുമ്പോൾ ആർക്കെല്ലാം മടുപ്പ് തോന്നും. അപ്പോൾ അതിന് ഒരു വിമോചനം എന്നുള്ള രീതിയിൽ അടുത്തൊരു ഐസിൻ്റെ ഒരു മല ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ അവിടെ കുറച്ച് വിനോദ പരിപാടികൾ ഏർപ്പെട്ടു. കളികളൊക്കെ ഇടാൻ നിന്നു. കുറച്ച് റെസ്റ്റ് എടുത്തിട്ടാണ് പിന്നെ കർദുംഗ്ലയിലേക്കുള്ള യാത്ര തുടങ്ങിയത്. കർദുംഗ്ലയിൽ എത്തുന്നതിന് മുന്നേ തന്നെ എൻ്റെ സഹയാത്രികന് ഒരു മോശം അനുഭവം ഉണ്ടായി. പുള്ളിക്കാരൻ്റെ വണ്ടി ഒരു കുഴിയിൽ നിന്ന് അടുത്ത കുഴിയിലേക്ക് ഇറങ്ങുമ്പോൾ അതിൻ്റെ ചേസ് പൊട്ടി അത് വീണു. അതിനുശേഷം പിന്നെ ആ വണ്ടി ബാക്കപ്പ് ബൈക്കുകളിൽ കയറ്റിയിട്ടാണ് ഞങ്ങളുടെ ഒപ്പം കൊണ്ടുവന്നത്. അതിലുള്ള യാത്രക്കാർ 2 പേരിൽ ഒരാൾ എൻ്റെ ഒപ്പം, ഒരാൾ വേറെ ആളുടെ ഒപ്പം കയറി. എന്നിട്ടാണ് യാത്ര തുടങ്ങിയത്. ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കൊന്നും സംഭവിച്ചില്ല. കർദുംഗ്ല ചുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് തന്നെ ഏറ്റവും ഉയരം കൂടിയ മോട്ടോർ റോഡാണെന്ന് വിശ്വസിക്കപ്പെടുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ആക്ച്വലി കർദുംഗ്ലയുടെ ഉയരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 17,582 അടി ഉയരത്തിലാണ് കർദുംഗ്ല സ്ഥിതി ചെയ്യുന്നത്. ഇത് വിക്കിപീഡിയയിൽ ചിലപ്പോൾ ചില മറ്റ് സൈറ്റുകളിലൊക്കെ തെറ്റായ രീതിയിൽ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ആക്ച്വൽ ഉയരം എന്ന് പറഞ്ഞാൽ 17,582 അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഇതിനേക്കാളും ഉയരം കൂടിയ മോട്ടോറബിൾ റോഡാണ് ഉംലിംഗ്ല എന്ന് പറഞ്ഞ പാസ്. ഞങ്ങളുടെ ഈ യാത്രയിൽ ലേ ടു നുബ്രാവാലി വരെയുള്ള യാത്രയിൽ കർദുംഗ്ല എത്തുന്നതിന് തൊട്ട് മുന്നെയാണ് 2-3 മോശം അനുഭവങ്ങൾ ഉണ്ടായാലും. അതിൽ വേറൊരു മോശം അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹയാത്രികൻ്റെ വണ്ടി ഒന്ന് സ്ലിപ്പായി വീണു. അതായത് വലതുവശത്ത് കുറച്ച് കുണ്ട് പോലെയുള്ള സ്ഥലമായിരുന്നു, ഇടതുവശത്ത് കൊക്കയായിരുന്നു. അത് വീഡിയോ വേണം പറയാം. അപ്പോൾ ഭാഗ്യവശാൽ ഒന്നും സംഭവിച്ചൊന്നുമില്ല, സ്ലിപ്പായി വീണു, കുറച്ച് ഓയിൽ പോയി എന്ന് മാത്രം. അങ്ങനെ അത്യാവശ്യം പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത് ഞങ്ങൾ കർദുംഗ്ല ടോപ്പിലെത്തി. വളരെ സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു. കാരണം നമ്മൾ കേട്ടുകേൾവി ഉണ്ടായിരുന്ന സ്ഥലം കർദുംഗ്ല പാസ് എന്നൊക്കെ ഒട്ടുമിക്ക റൈഡേഴ്സും ഇല്ലെങ്കിൽ ബൈക്കിലുള്ള എല്ലാവരും, പ്രത്യേകിച്ച് റോയൽ എൻഫീൽഡിലുള്ള എല്ലാവരും പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം. ജീവിതത്തിൽ തന്നെ മറക്കാനാവാത്തൊരു ദിവസമായിരുന്നു അന്ന്. എല്ലാ റൈഡേഴ്സിൻ്റെ ഒരു ആഗ്രഹമായിരിക്കും. അത് സാധിച്ചു എന്നുള്ളതിന് വളരെ സന്തോഷം തോന്നി.
കുറച്ച് സമയം അവിടെ ചിലവഴിച്ചു. അധിക സമയം അവിടെ ചിലവഴിക്കാൻ പറ്റില്ല, കാരണം ഈ ഓക്സിജൻ്റെ ഒക്കെ അളവ് കുറഞ്ഞ സ്ഥലമായതിനാൽ നമ്മൾ ശ്രദ്ധിച്ച് വേണം നിൽക്കാനൊക്കെ. തലകറക്കം വരാനും പിന്നെ പെട്ടെന്ന് ക്ഷീണിതനാവാനൊക്കെ ഒരു ചാൻസ് ഉണ്ട് അവിടെ അധികം സമയം ചിലവഴിച്ച് കഴിഞ്ഞാൽ. സോ ഡയമോക്സ് ഗുളിക ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ഫോട്ടോ സെക്ഷനൊക്കെ അതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് മെല്ലെ താഴത്തേക്ക് നുബ്രാവലിക്കുള്ള റൂട്ടിൽ അങ്ങനെ യാത്ര തുടങ്ങി. പല യാത്രികരും ഈ കർദുഗ്ല പാസ് വരെ വന്ന് തിരിച്ച് ലേയിലേക്ക് റിട്ടേൺ പോകുന്ന ആൾക്കാർ കുറേ പേരുണ്ടായിരുന്നു. കർദുഗ്ല എന്ന് പറയുമ്പോൾ 1976 നിർമ്മിച്ച പാതയാണ്. 1988 വഴിയാത്രക്കാർക്കായി തുറന്നു കൊടുത്തു. നേരത്തെ പറഞ്ഞ സിയാച്ചിനിലേക്കുള്ള ആവശ്യ വസ്തുക്കൾ കൊണ്ടുപോകുന്ന പാതയായതിനാൽ നയതന്ത്രമായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പാത കൂടിയാണ് ഈ കർദുഗ്ല പാസ്. ഫോറിനേഴ്സായാലും ഇന്ത്യക്കാർക്കായാലും ഇവിടെ പെർമിറ്റൊക്കെ ഇപ്പോൾ ആവശ്യമുണ്ട്. ഫോറിനേഴ്സിനാണെങ്കിൽ പ്രൊട്ടക്റ്റ് ഏരിയ പെർമിറ്റ് എന്ന് പറഞ്ഞ ഇതാണ് ആവശ്യം. 2017 ഏപ്രിൽ 1 മുതൽ ഇന്ത്യക്കാർക്ക് ഇന്നർ ലൈൻ പെർമിറ്റും നിർബന്ധമായിട്ട് ഇവിടേക്ക് യാത്ര ചെയ്യാൻ വേണം. കർദുഗ്ല പാസ്സൊക്കെ നന്നായി കണ്ട ശേഷം ഭക്ഷണം കഴിക്കാൻ ലേറ്റായി. അവിടുന്ന് ഏകദേശം 3-3:30 ആയപ്പോഴാണ് ഞങ്ങൾ താഴെ എത്തിയത്. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. ആ സമയത്ത് തന്നെ 2 വിദേശികളെ പരിചയപ്പെടാനിടയുണ്ടായി. രണ്ടുപേരും പ്രണയിച്ച് കല്യാണം കഴിച്ച ആൾക്കാരാണ്. 2 രാജ്യക്കാരായിരുന്നു. അപ്പോൾ അവരോടൊപ്പം കുറേ സമയം ചെലവഴിച്ചു. അതിലെ പേര് ചോദിക്കുന്ന രംഗമൊക്കെ ഭയങ്കര രസമായിരുന്നു അവസാനം. കാരണം നമുക്ക് അവരുടെ പ്രൊനൗൺസിയേഷൻ ഒന്നും മനസ്സിലാക്കാൻ പറ്റിയില്ല. അപ്പോൾ എനിക്ക് ഗോപ്രോയിൽ നോക്കി എനിക്ക് അവരുടെ സ്പെല്ലിങ് പറഞ്ഞു ഫേസ്ബുക്കിലെ കോണ്ടാക്ട് നെയിം. അതിനുശേഷം നാട്ടിൽ വന്നിട്ട് സെർച്ച് നോക്കി, പുള്ളിക്കാരത്തി ഉണ്ട്, പക്ഷേ ആക്റ്റീവായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അത് കാരണം അതങ്ങനെ വിട്ടു. എന്തായാലും ഫുഡൊക്കെ കഴിച്ച് വീണ്ടും നുബ്രാവലിയിലേക്ക് യാത്ര തുടർന്നു. My name is Arun.
बोल रहे गोप्रो चालू है। हाँ चालू है। आगे 2 रोड है इसलिए यहाँ पे रुका है, कोई अलग मोड़ पे चला जाएगा इसलिए। या ऊपर करी थी जिधर आप लोग फ्लैग वॉल वो ऐसा है। ऊपर कर रहे जितना टाइम ഇതെന്ത് പുഷ്പമാവൂലേ? നുബ്രാവാലി എന്ന് പറയുമ്പോൾ പൂക്കളുടെ താഴ്വാരയാണ്. തണുത്ത മരുഭൂമിയായിട്ടും നുബ്രാവാലി അറിയപ്പെടുന്നുണ്ട്. ടിബറ്റൻ പീഠഭൂമിയുടെ മറ്റ് ഭാഗങ്ങളെ പോലെ തന്നെ, അതായത് നദീതീരങ്ങളിൽ ഒഴുകിയുള്ള ഭാഗങ്ങളിലൊക്കെ അപൂർവമായിട്ടാണ് മഴ ലഭിക്കാറുള്ളത്. അപൂർവമായ സസ്യജാലങ്ങളുള്ള സ്ഥലമാണ് നുബ്രാവാലി. ഈ പ്രദേശത്ത് ഫലഭൂയിഷ്ടമായ മണ്ണാണ് കാണപ്പെടുന്നത്. ഗോതമ്പ്, ബാർലി, കടുക്, കടല, ബദാം തുടങ്ങിയ പലതരം ധാന്യങ്ങളും പഴങ്ങളൊക്കെ കൃഷി ചെയ്യപ്പെടുന്നു. നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും അവിടെയാണ് ഏറ്റവും കൂടുതൽ ഭംഗി നമുക്ക് തോന്നും. അങ്ങനെ ഒരു അവസ്ഥയാണ് ഈ ലഡാക്ക് ട്രിപ്പിൽ എനിക്ക് ഉടനീളം ഉണ്ടായെന്ന് പറയാം. കാരണം ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഇത്രയും ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ടോ. അതിനുശേഷം നമ്മൾ അടുത്ത പ്ലേസിലേക്ക് പോകുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി നമുക്ക് മനസ്സിലാവുക. അപ്പോൾ കാണാത്ത കാഴ്ചകളാണ്. അപ്പോൾ ഈ ഒരു റൈഡിലും ലേ മുതൽ നുബ്രാവാലി വരെയുള്ള റൈഡിൽ കുറേ കണ്ട ഓർമ്മ ഇപ്പോഴും മനസ്സിൽ ഓർത്തെടുക്കാവുന്ന രംഗങ്ങൾ കുറേ ഉണ്ട്. അതിൽ ഏറ്റവും നല്ല സീൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നുബ്രാവാലി എത്തുമ്പോൾ ഏകദേശം വൈകുന്നേരം ഒരു 6-7 മണിയോടെ അടുത്തായിരിക്കും. അപ്പോൾ അവിടേക്കുള്ളൊരു റൈഡ് അതൊരു വേറെ ലെവൽ റൈഡായിരുന്നു പറയാം. കാരണം എല്ലാവരും ഒരേ ലൈൻ കീപ്പ് ചെയ്ത്, ചെറിയ റോഡായിരിക്കും. അപ്പോൾ അതൊക്കെ എല്ലാവരും ഒരേ ലൈൻ കീപ്പ് ചെയ്ത്, ഞങ്ങൾ വീഡിയോ എടുക്കുന്നവർ മാത്രം ഓവർടേക്ക് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് കയറുമായിരുന്നു. ബാക്കിയുള്ളവരൊക്കെ കറക്റ്റ് ആ ലൈനൊക്കെ നല്ലൊരു രസമായിരുന്നു. ആ ഒരു റൈഡിന് വളരെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. ലഡാക്ക് ട്രിപ്പിൽ തന്നെ എൻ്റെ ആദ്യത്തെ ടെൻറ്റ് ജീവിതം നുബ്രാവാലിയിലായിരുന്നു. ടെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സൗകര്യങ്ങളും അടങ്ങിയൊരു ടെൻ്റാണ്. നമുക്ക് ആഡംബര ലക്ഷറിയസ് ടെൻ്റാണെന്നൊക്കെ പറയാം. അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ അന്ന് രാത്രി ഞങ്ങളെ ഉറങ്ങാനൊക്കെ ലേറ്റായി. കാരണം ഞങ്ങളുടെ ഒപ്പമുള്ള ഒരു സഹയാത്രികൻ്റെ പിറന്നാൾ ആഘോഷം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അടിച്ചു പൊളിച്ച ശേഷം 12 മണിക്ക് ശേഷമാണ് എല്ലാവരും ഉറങ്ങിയതൊക്കെ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.